ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. പുളിയാറിലാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ചുറ്റും കാണുന്ന, നമ്മുടെ നാടുകളിലൊക്കെ തൊടിയിലൊക്കെ കാണുന്ന ഒരു ചെറിയ ഔഷധമാണിത്. പക്ഷേ ഇത് ആള് ചെറുതല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട്. ഏതൊക്കെ അസുഖങ്ങളിൽ നമുക്കിത് വീട്ടിൽ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ഇല, അതായത് പുളിയാറില എന്ന് പറയുന്നത് ചെറിയ മഞ്ഞ പൂവോടുകൂടി വരുന്ന ചെറിയ ഹെർബാണ്. നിലത്ത് പറ്റിയാണ് ഇത് കാണാറുള്ളത്. വളരെ ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നന്നായിട്ട് വളരുന്നത് നല്ല തണുപ്പുള്ള വെള്ളം നനവുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വളർന്നു വരുന്നത്. ഓക്സാലിസ് കോർണിക്കുലേറ്റ എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ചാങ്ങേരി, അമ്ലക, അമ്ലപത്രക എന്നൊക്കെയാണ് ഇതിനെ സംസ്കൃതത്തിൽ പറയാറുള്ളത്. ഇത് നമുക്ക് ഏതൊക്കെ കണ്ടീഷനിൽ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഇത് കൂടുതലായിട്ട് വാതകപചമായിട്ടുള്ള അസുഖങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു ചൂട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പിത്തം വർദ്ധിപ്പിക്കാൻ കാരണമാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് പോലെ അമ്ലക എന്നുള്ളത് പോലെ അമ്ലരസം, അതായത് പുളിരസമാണ് ഇതിന് കൂടുതലായിട്ടുള്ളത്. ചെറിയൊരു ചവർപ്പ് രസം കൂടിയുണ്ട്, എങ്കിലും ഇത് കൂടുതലായിട്ട് അമ്ലരസമുള്ള ഒരു ഔഷധമാണ്. ഇനി ഇത് നമുക്ക് ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം, അതുപോലെ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻസ്, ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഔഷധം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയായിട്ടും അതുപോലെ നമുക്ക് തോരനായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് നല്ല രീതിയിലുള്ള പോഷക മൂല്യമുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം കൂടിയാണ്. ഇനി നമുക്കിത് ഏതൊക്കെ അസുഖങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമുക്കിത് പനി ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. പനിക്ക് ഇത് നമുക്ക് സമൂലമായി പറിച്ചെടുത്തിട്ട്, സമൂലം എന്ന് പറയുന്നത് ഇത് വേരോടുകൂടി മൊത്തം ചെടി നമുക്ക് ഔഷധയോഗ്യമാണ്. അപ്പോൾ അത് നമുക്ക് മൊത്തമായി പറിച്ചെടുത്തിട്ട് കഷായം വെച്ചിട്ട് നമുക്ക് പനിയിൽ 3 നേരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കഷായം വെക്കാൻ വേണ്ടിയിട്ട് ഒരു 20 ഗ്രാമാണ് നമുക്ക് ആവശ്യമായിട്ടുണ്ടാവുക. അതിൽ ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി കുറുക്കിയെടുക്കുക. ഇത് നിങ്ങൾക്ക് 3 നേരമായിട്ട് കഴിക്കാവുന്നതാണ്. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നീരും കഴിക്കാവുന്നതാണ്. ഒരു 10 ml വെച്ചിട്ട് 3 നേരം വീതം നിങ്ങൾക്ക് പനിയുള്ള സമയത്ത് ഇതിൻ്റെ നീര് എടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് വയറിളക്കം അല്ലെങ്കിൽ അതിസാരം പോലുള്ള സമയങ്ങളിൽ. വയറിളക്കമുള്ള സമയത്ത് അല്ലെങ്കിൽ ഗ്രഹണി, അതായത് IBS പോലുള്ള കണ്ടീഷൻസിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വയറിളക്കമുള്ള സമയങ്ങളിൽ ഇത് നിങ്ങൾക്ക് മോരിൽ അരച്ചിട്ട് ഉപയോഗിക്കാം. മോരിൽ അരച്ചിട്ട് നിങ്ങൾക്കിത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുടിച്ചുകൊണ്ടിരിക്കാം. ഇത് വയറിളക്കത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ നീര് മോരിൽ അരച്ച് കഴിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ മോര് കാച്ചി ഉപയോഗിക്കാവുന്നതാണ്. മോരിലിട്ടിട്ട് നിങ്ങൾക്ക് കാച്ചി കഴിക്കാവുന്നതാണ്. 2 നേരം ഇങ്ങനെ കഴിക്കുന്നത് നിങ്ങളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാനും വളരെ നല്ലതാണ്. വയറുവേദന, കോളിക് പെയിനൊക്കെ കുട്ടികളിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള വേദനകൾ മാറ്റാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കും നിങ്ങൾക്കിത് മോരിലിട്ട് കാച്ചി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇനി വയറിളക്കമൊക്കെ വരുമ്പോൾ നമുക്ക് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുവേണ്ടി നമ്മൾ ORS ലായനിയൊക്കെ കഴിക്കാറുണ്ടല്ലോ. അതിന് പകരമായിട്ടും നമുക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ക്ഷീണം കുറക്കാനും അതുമൂലമുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ തടയാനും ഇത് സഹായിക്കും. ഇതിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ നീര് നിങ്ങളെടുക്കുക, ഒരു 25 ml ഒക്കെ നീരെടുക്കുക. അതിലോട്ട് ഒരു 2 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഉപയോഗിക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം അത് ഒരു 1 ലിറ്ററോ 2 ലിറ്ററോ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം നിങ്ങൾക്ക് ഡെയിലി കുടിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ക്ഷീണം അകറ്റാനും ഡീഹൈഡ്രേഷൻ കുറക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അരിമ്പാറ, നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന അരിമ്പാറ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നീരെടുക്കുക, ഇത് വെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അരിമ്പാറയിൽ ഇട്ട് കൊടുക്കാം. കണ്ടിന്യൂസ് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ അരിമ്പാറ തനിയെ പൊട്ടിപ്പോകാനുള്ള കാരണമാവും. വളരെ എഫക്റ്റീവാണ്.
അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തലവേദനയുള്ള സമയത്താണ്. തലവേദന വളരെ ഹെവിനെസ് ഒക്കെ തലക്ക് തോന്നാണ്, നല്ല കഫം കെട്ടിക്കിടക്കുന്ന പോലെയൊക്കെ തോന്നാണ്, പനിയോട് കൂടിയ തലവേദനയൊക്കെ ഉണ്ടെങ്കിലും ചെന്നിക്കുത്ത് പോലുള്ള തലവേദനകൾ ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഇതിൻ്റെ നീരെടുക്കുക, അതിലോട്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി നീര് കൂടെ മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉണങ്ങുമ്പം വീണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് തലവേദനക്ക് വളരെ ഗുണപ്രദമാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് ഇതൊരു ഒറ്റമൂലിയായിട്ട് പ്രമേഹത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹമുള്ളവർക്ക് ഇത് സമൂലമായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ നീരെടുക്കാം. ഇത് നീരെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ, ഒരു 25 ml നീരിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഷുഗർ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് സ്കർവി പോലുള്ള വിറ്റാമിൻ സി ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന സ്കർവി പോലുള്ള മോണരോഗങ്ങളിൽ നമുക്ക് ഈ ഒരു ഔഷധം ഉപയോഗിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഒരു ബ്രെയിൻ ടോണിക്കായിട്ടും കൊടുക്കാവുന്നതാണ്. അതുപോലെ അവർക്ക് ചെറിയ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ്. അവർക്കിത് രാവിലെ വെറുതെ ഒരു 4-5 ഇല പറിച്ച് വായിലിട്ട് ചവച്ച് കഴിക്കാൻ വേണ്ടി പറയാം. അത് വളരെ പുളിരസം ഉള്ളത് കൊണ്ട് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കഴിക്കുന്നതും നമുക്ക് കുട്ടികൾക്ക് വളരെ ഒരു ബ്രെയിനിനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയും നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് പൈൽസിലാണ്, അതായത് രക്താർശസിലാണ്, അതായത് ബ്ലീഡിങ് പൈൽസിലാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു 10 ഗ്രാമാണ്. ഇതിൻ്റെ വേറെ ആവശ്യമില്ല. നിങ്ങൾക്ക് തണ്ടും ഇലയും കൂടി എടുത്തിട്ട് നിങ്ങൾക്കിത് അരച്ച് മോരിൽ കാച്ചിയിട്ട് കഴിക്കാവുന്നതാണ്. ഇത് ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 നേരം കഴിക്കാവുന്നതാണ്. മോരിൽ അരച്ച് കഴിക്കുക. ഇങ്ങനെ ഞാൻ ഇപ്പം മോരിൽ അരച്ച് കഴിക്കാൻ പറയുമ്പോൾ മോര് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ പുളിച്ച മോരാവരുത്. അതുപോലെ തന്നെ മോര് എന്ന് പറയുന്നത് നമ്മൾ തൈര് ജസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ടുള്ള മോരല്ല. ആ മിക്സിയിൽ നമ്മൾ അടിച്ചതിന് ശേഷം അതിലുള്ള വെണ്ണ മാറ്റിയെടുത്ത മോരായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ തൈര് ജസ്റ്റ് അടിച്ചിട്ട് മോരാക്കിയത് ഉപയോഗിക്കരുത്. വെണ്ണ നീക്കം ചെയ്ത ശേഷം വേണം നിങ്ങൾ ഇതിലൊക്കെ മോര് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് മുഖക്കുരുവൊക്കെ വന്നിട്ടുള്ള കറുത്ത പാടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റാൻ ഇത് വളരെ സഹായകമാണ്. നിങ്ങൾക്ക് ഇതൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇല അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കറുത്ത പാടുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുറിവുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഉണങ്ങാനും അതുപോലെ ആ മുറിഞ്ഞ പാടുകൾ മാറാനും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. മുറിഞ്ഞ ഉടനെ നിങ്ങൾക്കിത് മുറിവിൽ വെച്ച് കൊടുക്കാവുന്നതുമാണ്. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഉമ്മത്തിൻ്റെ കായ കഴിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളിലാണ്. അതായത് ഉമ്മത്തിൻ്റെ കായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇതറിയാതെ എങ്ങാനും കഴിച്ചു പോവുകയാണ്. നമ്മളിപ്പോൾ അടുത്തൊക്കെ ഒരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഞാവലാണെന്ന് വിചാരിച്ച് മറ്റൊരു പഴം കഴിച്ചു എന്നൊക്കെ ഉള്ളത്. അതുപോലെ അറിയാതെ എങ്ങാനും ഉമ്മത്തിൻ്റെ കായൊക്കെ കഴിച്ചു പോവാണ് അല്ലെങ്കിൽ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ആൻറ്റിഡോട്ടായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ നീര് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒരു ഉമ്മത്തിൻ്റെ കായ മൂലമുണ്ടാകുന്ന വിഷത്തിൻ്റെ ഒരു ആൻറ്റിഡോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുളിയാറില. ഇത് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചാങ്ങേരി ഘൃതം എന്നുള്ള മെഡിസിൻ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പുളിയാറില ചാങ്ങേരിയാണ്. ഇത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്ക്, അതുപോലെ ബ്ലീഡിങ് പൈൽസിൽ, പ്രൊലാപ്റ്റഡ് റക്റ്റത്തിൽ ഒക്കെ ഇത് കൊടുക്കാറുണ്ട്. ഇത് റക്റ്റത്തിൽ പ്രൊലാപ്സ്ഡ് ആയിട്ടുള്ള റക്റ്റത്തിൽ അകത്തേക്ക് കഴിക്കാനും അതുപോലെ പുറത്ത് അപ്ലൈ ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളിലും IBS പോലുള്ള കണ്ടീഷനിലും ഒക്കെ ചാങ്ങേരി ഘൃതം കൊടുക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ജീവന്ത്യാദി ഘൃതത്തിലും ഇത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചാങ്ങേരി. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കഴിക്കേണ്ട മരുന്നുകളാണ്. ഇതിൽ മെർക്കുറി ഒക്കെ അടങ്ങിയിട്ടുണ്ട് ചാങ്ങേരി ഘൃതത്തിൽ. അപ്പോൾ ഇത് ഒരു നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്